ഗലാഗൽ ഇഞ്ചി. അപ്പോൾ ഗലാഗൽ ഇഞ്ചി എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണത്തിന് രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചേർക്കണ ഇഞ്ചിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കുള്ളൂ. പിന്നെ ഇത് മെയിനായിട്ട് നോൺ വെജിലൊക്കെ ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്ക് ഉപ്പുമാവിലൊക്കെ ഉപയോഗിക്കാം. ഇതേട്ടാ, ഇതിപ്പോൾ ഞാനിത് ബക്കറ്റിലാണ് ഗലാഗൽ ഇഞ്ചി വളർത്തിയേക്കുന്നത്. നമുക്ക് ഇതേപോലെ ബക്കറ്റിൽ വളർത്താം, ചെടിച്ചട്ടിയിൽ വളർത്താം, പിന്നെ ഗ്രോ ബാഗിൽ വളർത്താം. നമുക്ക് താഴെ നട്ടു കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് വളരണതാണ്. കണ്ട ഇതേപോലെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയുടെ തൈ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തിക്കായിട്ട് വളർന്നിട്ട് നമുക്ക് എപ്പോഴും തന്നെ വിളവെടുക്കാം. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റിയ ഒരു ഇഞ്ചിയാണ് കേട്ടോ ഗലാഗൽ ഇഞ്ചി. ഇപ്പം നമുക്ക് എല്ലാ ഇഞ്ചിയും 1 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റില്ല, കാരണം 8 മാസമൊക്കെ പിടിക്കും. ഗലാഗൽ ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നട്ടിട്ട് 1 മാസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റിയ ഒരു ഇഞ്ചിയാണ്. ഇതധികം മൂത്തിട്ടല്ല നമ്മൾ വിളവെടുക്കണം. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ മുള വരുമ്പോൾ തന്നെ അവിടെ പറ്റി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചതച്ചൊക്കെ ഇടാം. പിന്നെ നമുക്ക് അതിൻ്റെ പൗഡറാക്കി വെക്കാം. പിന്നെ ഗലാഗലിൻ്റെ ഓയിലൊക്കെ ഉണ്ടാക്കാം. ഓയിലൊക്കെ നമുക്ക് പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഈ ഗലാഗൽ ഇഞ്ചി. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഇഞ്ചിയുടെ എണ്ണമാണ് ഗലാഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല മണവുമാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഇതിൻ്റെ അരികത്തേക്ക് വരുമ്പോൾ തന്നെ അറിയാം നല്ല മണമൊക്കെയാണ്. ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല മണമാണ്. പിന്നെ കണ്ടില്ലേ, നല്ലൊരു അലങ്കാര ചെടി പോലെയാണ് നിൽക്കണത്. അപ്പോൾ നമ്മുടെ സാധാരണ ഇഞ്ചിയുടെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയല്ല ഇരിക്കണത്. ഈ ചെറിയ ഇലകളാണല്ലോ. ഗലാഗൽ ഇഞ്ചി എന്ന് പറഞ്ഞാൽ കണ്ട നല്ല പൊക്കത്തിൽ വളരണതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് നട്ട് വളർത്താൻ പറ്റിയതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇപ്പം ഇതിനൊക്കെ ഒരുപാട് കണ്ടത് ഇതേപോലെ മുളകൾ വരുമ്പോഴാണ് നമ്മൾ ഈ മുളയുമെന്നാണ് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ എളുപ്പം ഇഞ്ചി ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ എടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്കിത് മാറ്റി നടണമെങ്കിൽ ഇപ്പോൾ നമുക്കിതൊക്കെ മാറ്റി നടാട്ടാ. ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഒരുപാട് തൈകൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മൾ വളങ്ങളായിട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നനച്ചു കൊടുത്ത് മാത്രം ചെയ്താൽ മതി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വിളവെടുത്തുകൊണ്ടിരിക്കാം. 365 ദിവസവും വിളവെടുക്കാൻ പറ്റിയ ഒരു ഇഞ്ചിയാണ് ഗലാഗൽ ഇഞ്ചി. അപ്പോൾ ഇത് പിന്നെ മഴക്കാലത്ത് നമുക്ക് സാധാരണ ഇഞ്ചിക്ക് എന്ന് പറഞ്ഞാൽ അഴുകൽ രോഗം പെട്ടെന്ന് കേടായി പോകലൊക്കെ. നമ്മുടെ ഗലാഗൽ ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഴുകൽ രോഗവും വരില്ല, കേടായി പോകുകയുമില്ല, ഇലകൾക്കൊന്നും കീടങ്ങളുടെ ശല്യവുമില്ല. അപ്പോൾ നമുക്ക് നട്ട് വളർത്താൻ എളുപ്പമാണ്, പരിചരിക്കാൻ എളുപ്പമാണ്, യാതൊരു പരിചരണങ്ങളും വേണ്ട. അപ്പോൾ ഗലാഗൽ ഇഞ്ചിക്ക് മറ്റുള്ള ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പരിചരണം കൊടുക്കേണ്ട ഒരു ഇഞ്ചിയാണ് നമ്മുടെ സാധാരണ ഇഞ്ചിയൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഇഞ്ചി തന്നെയാണിത്. പിന്നെ ഇതുമ്പോൾ നല്ല ഭംഗിയുള്ള ഫ്ലവറുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗാർഡനിൽ ഒരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നട്ടു വളർത്താൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് അധികമൊക്കെ ഇപ്പം നമ്മൾ ഒന്നിച്ച് വിളവെടുക്കുമ്പോൾ അധികം ഇഞ്ചിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അധികമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പൗഡറാക്കിയിട്ട് ഉണക്കി പൊടിച്ചിട്ട് തണലിലിട്ട് ഉണക്കി പെട്ടെന്ന് തന്നെ ഉണക്കിയിട്ട് ചെറിയ പീസൊക്കെ ആയിട്ട് ഉണക്കിയിട്ട് നമുക്ക് മിക്സി പൊടിച്ചാൽ മതി. പൊടിച്ചിട്ട് പൗഡറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഗലാഗലിൻ്റെ ഓയിൽ ഉണ്ടാക്കി വെക്കാം. നമുക്ക് ഓയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യവർദ്ധനവിനൊക്കെ നല്ലതാണ് ഗലാഗലിൻ്റെ ഓയിൽ. പിന്നെ ഒരുപാട് അസുഖങ്ങൾക്കും ഉപയോഗിക്കേണ്ടതാണ് ഓയിലൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. കടകളിൽ നിന്നൊന്നും നമുക്ക് ഈ ഇഞ്ചി മേടിക്കാൻ കിട്ടൂല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് മറ്റുള്ള ഇഞ്ചികൾ കടകളിൽ നിന്ന് കിട്ടും, ഗലാഗൽ ഇഞ്ചിയൊന്നും നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടൂല. നല്ല വിലയാണ് ഗലാഗൽ ഇഞ്ചിക്കൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഈ ഗലാഗൽ ഇഞ്ചിയൊക്കെ നട്ടുപിടിപ്പിക്കണം. നമുക്ക് ഇതേപോലെ ബക്കറ്റിലും ഒക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കിത് ബക്കറ്റിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ എവിടെ നടാലും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്കിത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വയ്ക്കുകയും ചെയ്യാം. നമുക്ക് വളം കൊടുക്കാനൊക്കെ എളുപ്പമാണ്, പരിചരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഗലാഗൽ ഇഞ്ചിയുടെയൊക്കെ തൈയൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.